ഇന്ന് വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ്. നമുക്കറിയാം പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക തീരുമാനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ട് എങ്കിൽ പോലും അതിലെ ഏറ്റവും നിർണായകമായ ഒരു ദിവസത്തിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഗസയിൽ ഇസ്രയേൽ അതിക്രമത്തിൽ ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിയിൽ മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് 66,005 ഉയർന്നു എന്ന കണക്കുകൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് ഇന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നു എന്നതാണ്. ഡൊണാൾഡ് ട്രംപ് ഈ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടായ ട്രൂത്തിൽ കുറിച്ചിരിക്കുന്നത് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതാണ്. അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഗസയുടെ കാര്യത്തിൽ പ്രത്യേകമായി എന്തോ വരാനുണ്ട് എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഒരു മഹത്തായ നേട്ടത്തിന് ഞങ്ങൾക്കൊരു അവസരം ലഭിക്കുന്നു എന്ന കാര്യം ട്രംപ് സൂചിപ്പിക്കുന്നു. സവിശേഷമായ ഒരു കാര്യത്തിനായി എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നു എന്ന് ട്രംപ് സൂചിപ്പിക്കുന്നു. ആദ്യമായാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിയുന്നത് എന്നതുകൂടി ട്രംപ് സൂചിപ്പിക്കുകയാണ്. ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ് ട്രംപ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് എടുക്കാൻ പോകുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. അതിനെക്കുറിച്ചുള്ള ആശയവിനിമയങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അറബ് രാഷ്ട്രങ്ങളുടെ കൂടി ഇടപെടലിലാണ് ഇത്തരമൊരു പദ്ധതി ഉരുത്തിരിഞ്ഞത് എന്നതാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും ട്രംപ് നൽകുന്ന സൂചനകൾ വളരെ പോസിറ്റീവാണ്. ഒരു മഹത്തായ കാര്യം നടക്കാൻ പോകുന്നു എന്നത് ഏറ്റവും അടിയന്തരമായി നടക്കുന്ന ഒരു വെടിനിർത്തലിനെങ്കിലും ഒരു സൂചനയായി വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ ഒരു പ്രതീക്ഷയാണ് ട്രംപിന്റെ വാക്കുകൾ ലോകത്തിന് നൽകുന്നത്. എന്നാൽ അത്രമാത്രം ശുഭകരമല്ല ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. യുദ്ധാനന്തര പദ്ധതി എന്നിവ സംബന്ധിച്ച് യുഎസിന്റെ ഇപ്പോഴത്തെ നിലപാടുകളിൽ പൂർണ്ണ തൃപ്തി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇല്ല എന്നതാണ് ഇസ്രയേലിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്. അദ്ദേഹത്തിന് ചില വിയോജിപ്പുകൾ ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ പദ്ധതിയിൽ ഉണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു ശുഭാപ്തി വിശ്വാസിയായി ട്രംപ് ഇവിടെ അവതരിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. ട്രംപ് പങ്കുവച്ച അത്ര ആത്മവിശ്വാസം ഇക്കാര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനില്ല. ഒരു കൂട്ടായ പ്രയത്നം ഉണ്ട് എന്ന കാര്യം അംഗീകരിക്കുക മാത്രമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഒന്നും അന്തിമമായിട്ടില്ല എന്ന് നെതന്യാഹു പറയുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള നെതന്യാഹുവിന്റെ പ്രതികരണമാണ്. ട്രംപിന്റെ അത്ര ആത്മവിശ്വാസമില്ല എങ്കിൽ പോലും ഒരു സാധ്യത നെതന്യാഹുവും തള്ളുന്നില്ല എന്നത് നമ്മൾ കാണണം. നെതന്യാഹുവിന്റെ വാക്കുകൾ കേൾക്കാം. I want to start by asking you if you've seen this 21-point peace plan and if you plan to declare support for it at the White House tomorrow. Well, we're working on it, Jackie. It's not been finalized yet, but we're working with President Trump's team, actually as we speak, and I hope we can, because we want to free our hostages, we want to get rid of Hamas rule and have them disarmed, Gaza demilitarized, and a new future set up for Gazans and Israelis alike, and for the whole region. അപ്പോൾ യോജിച്ചുള്ള ഒരു പ്രവർത്തനമുണ്ട് എന്നത് മാത്രമാണ് നെതന്യാഹു സൂചിപ്പിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഒരു വെടിനിർത്തൽ അനിവാര്യമായ ഘട്ടത്തിലേക്ക് ഗസ എത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ട്രംപിന്റെ പദ്ധതികളെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വിവരമനുസരിച്ച് ഒരു 21 പദ്ധതിയാണ് ട്രംപ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ അടിയന്തര വെടിനിർത്തൽ എന്നതുണ്ട്. ഒപ്പം തന്നെ ബന്ദികളുടെ മോചനം സാധ്യമാക്കി അതിലൂടെ ഉള്ള വെടിനിർത്തൽ എന്ന നിലയിൽ വേണം നമ്മളത് മനസ്സിലാക്കാൻ. ഇസ്രയേൽ സേന ഘട്ടം ഘട്ടമായി ഗസയിൽ നിന്ന് പിൻവലിയണം എന്നത് സംബന്ധിച്ചുള്ള രേഖകൾ അതിലുണ്ട്. ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് പ്രകാരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ ഗസ വിട്ടുപോയ പലസ്തീനികളെ തിരികെ അവിടെ എത്തിക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ആദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ വാർഷിക പൊതുയോഗവുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുയോഗത്തിനിടെ അവിടെ അറബ് രാഷ്ട്ര നേതാക്കളുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയും കാര്യങ്ങൾ ഈ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിനാവശ്യമായ ഒരു പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകൾ അവിടെ നടക്കുകയും ചെയ്തിരുന്നു. അറബ് രാഷ്ട്രങ്ങളുടെ ഇതിലെ ഇടപെടൽ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ 21 പദ്ധതി എന്ന് പറയുമ്പോൾ അതിൽ പലതിനോടും ഇസ്രയേലിന് വിയോജിപ്പുണ്ട്. അത് സ്വാഭാവികമായും പലസ്തീനികളെ തിരികെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ ഒരു
ഒരു സമിതി രൂപീകരിച്ച് അവർക്ക് താൽക്കാലിക ഭരണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള തീരുമാനങ്ങളിൽ ഇസ്രയേലിന് പല കാര്യങ്ങളിലും അതൃപ്തി ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ട്രംപിൻ്റെ വാക്കിലാണ് ഇപ്പോൾ ഗസയിൽ പലസ്തീൻ്റെ ഈ വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകരാഷ്ട്രങ്ങളെല്ലാം എതിരായിട്ടും ഈ നടപടിയുമായി ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയിലാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ വെടിനിർത്തൽ ഉണ്ടാകും എന്നത് എല്ലാവർക്കും വ്യക്തമാണ്. ആ ട്രംപ് പോസിറ്റീവായി ഈ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നു, ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രതികരിക്കുന്നു. അങ്ങനെ ഒരു വാർത്ത നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന തരത്തിൽ പറയുന്നത്. എന്തായാലും 2 വർഷത്തോളമായി നീളുന്ന കൂട്ടക്കുരുതി നടക്കുന്ന, ഇപ്പോഴും ആശുപത്രികളിൽ പോലും ഇസ്രയേൽ ആക്രമണം നടക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ വരുന്ന ഒരിടത്ത് സമാധാനമുണ്ടാകുമെന്ന പ്രതീക്ഷയുള്ള വാക്കുകൾ പോലും വലിയ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം. ഇന്നാണ് ആ നിർണായകമായ ചർച്ച ഇരു രാഷ്ട്ര തലവന്മാരുമായി നടക്കുന്നത്. ട്രംപിൻ്റെ വാക്കിൽ നെതന്യാഹു യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീക്കുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്.